എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കോളിഫ്ലവർ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. കോളിഫ്ലവർ വെച്ച് ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രൈ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കും. എന്നാൽ ഇതേപോലെ ഒരു ഫ്രൈ ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഒരു കോളിഫ്ലവർ ഫ്രഷ് ആയത് വേണം. ഞാനിവിടെ ചട്ടിയിൽ നട്ടതാണ് കേട്ടോ പറിക്കുന്നത്. ഫ്രഷ് ആയത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കേടുവന്നതും പഴകിയതൊന്നും വാങ്ങിക്കാതിരിക്കുക, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ അങ്ങനെയാണല്ലോ. കൂടെ അതിലേക്ക് ചേർക്കാം പച്ചമുളകും കൂടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണം ഞാനിടുന്ന വീഡിയോയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇനി അതിലേക്ക് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണം. പിന്നെ അത് കഴുകിയെടുത്ത് വീണ്ടും ഒരല്പം മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അത് അത്യാവശ്യം ഒരു 10 മിനിറ്റൊക്കെ ഇരുന്നൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. കോളിഫ്ലവർ വെന്തതിന് ശേഷം വെള്ളം വരാനായിട്ട് വെക്കണം കേട്ടോ. അതിലുള്ള വെള്ളമെല്ലാം വരാനായിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ചുവന്നുള്ളി ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചതുമാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. കൂടുതലൊന്നും വഴലേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നീളത്തിൽ തന്നെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴലട്ടെ. കൂടുതലങ്ങ് മൂത്തൊന്നും പോകണ്ട കേട്ടോ. ഇതല്പം മൂപ്പ് കൂടിപ്പോയി ഉള്ളിയുടെയൊക്കെ. ഇനി നമുക്ക് സിമ്മിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം വരാനായിട്ട് വെച്ച് വേവിച്ച കോളിഫ്ലവർ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ വേവിച്ചത്. ഉപ്പൊക്കെ അതിലുണ്ടാവും, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ അല്പം കൂടി ഓയിൽ വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ 1 ടീസ്പൂൺ ഓയിലിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് അല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സോയാ സോസാണ് കേട്ടോ. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. അതും 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കോളിഫ്ലവറിനാണ് കേട്ടോ ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത്. കൂടുതൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. കൂടുതൽ അങ്ങ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അല്പം കുരുമുളക് പൊടിയൊക്കെ ഈ സമയം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളത് വേവിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വലിഞ്ഞു വരട്ടെ. ഇനി നമുക്കതൊന്ന് അല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ അല്പം വെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റാവട്ടെ. ഇനി കുറച്ച് ഉണക്കമുളക് ചതച്ചെടുത്തതാണ് ഞാനതിലേക്ക് ചേർത്തിട്ടുള്ളത്. അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഞാൻ ഇട്ടിരുന്നോ, അത് സ്കിപ്പായി പോയതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കതൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വേവിച്ച കോളിഫ്ലവറൊക്കെ ഒന്ന് റോസ്റ്റായി വരട്ടെ. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു അടിപൊളി കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയുമോ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.